നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ പിന്നെ ഒന്നിക്കുകയാണല്ലോ, അത് രണ്ടാമത്തെയാണ്. എന്താ അതിൻ്റെ ഒരു ഇതായിരുന്നു ആക്ച്വലി ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഇതാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഡിലേ ആയതുകൊണ്ട് വർത്ത് അല്ലേ, എவ்வளோ ഭംഗിയാ ബ്യൂട്ടിഫുൾ ആണ്. അതെല്ലാം ഇവരുടെ കഴിവ്, ആക്ച്വലി ആ ഒരു ക്രൂവിൻ്റെ കഴിവാണിത് മൊത്തം. ഇവരൊരു കുറേ വർഷത്തെ കഷ്ടപ്പാടാണ് ഇവരുടെ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഇവർ ഈ വർക്ക്. ഇപ്പം മഞ്ചേട്ടനാണെങ്കിലും 6 വർഷമായിട്ട് പോസ്റ്റർ ഡിസൈനിങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡയറക്ടറിലാണ് 14 വർഷം. അപ്പം എവറി ഡേ ലൈക്ക് ഇന്നൊരു 12 മണിക്കും പുള്ളിക്കാരൻ രാത്രി ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എനിച്ച് ആൻഡ് എവറി ക്രൂ ഇതിനെ എല്ലാവരും മേക്കപ്പ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും എല്ലാവരും ഇട്ടൊരു എഫേർട്ട് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളിത് കണ്ടിട്ടില്ല, മൊത്തം കണ്ടില്ല, ലേറ്റായി പോയി. നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇനി കൂടുതൽ സീരീസുകൾ ഉണ്ടാവും മേ ബി. സിനിമ ചെയ്യുമ്പോൾ ഇവർ തന്നെ ആയിരിക്കും ഹീറോയിൻ ചേട്ടാ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ അർജുനെ ശ്രീധുവിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അർജുൻ ശ്രീധുവിനെ സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഒരുപാട് സിനിമയിൽ പേരിലും ഇവരുടെ പേര് തന്നെയാണ്. അതെ അതെ അതെ, അത് ഞങ്ങൾ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വേറെ കുറേ കാസ്റ്റായിരുന്നു ആലോചിച്ചിരുന്നത്. പിന്നീട് അത് അവർ വലിയ നിലയിലേക്ക് പോയി, വലിയ ആൾക്കാരായി പോയി. അപ്പം അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അർജുനെ പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അങ്ങനെ അർജുനും ശ്രീതും ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു എന്താ പറയുക, നല്ല ഒരുപാട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് അവർ നമ്മളെ കൂടെ നിന്നു. അതാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ബാക്കി നന്നായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് പറയുന്നത്. അർജുൻ ഡയലോഗ് ഉണ്ടല്ലോ, ശ്രീധു ഇല്ലാതെ അർജുൻ ഇല്ലെന്ന് പറയുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ തന്നെ. അർജുൻ ജിത്തു ജോസഫിന്റെ സിനിമയുടെ പൂജയിൽ കണ്ടിരുന്നു. അതൊരു ഷൂട്ട് തുടങ്ങി കേട്ടോ, എനിക്കിപ്പോൾ ബ്രേക്കാണ്, ഷൂട്ട് കൊണ്ടുപോയി. പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്ന റിയൽ ലൈഫിൽ നിങ്ങൾ ഒന്നിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പൊ ഇത് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എനിക്ക് ഇഷ്ടം. ശ്രീധുവിന് എന്താ പറയാനുള്ളത്? എന്തിനു പറയാൻ? അല്ല, പ്രേക്ഷകർക്ക് നിങ്ങൾ ഒന്നാവണം എന്നുള്ളതാണ് ആഗ്രഹം. അല്ല, പ്രേക്ഷകർക്ക് നമ്മൾ ഒരുമിച്ച് കാണണം. ഞങ്ങൾ 100 ദിവസം അതിൽ കണ്ടിട്ട് മിസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. വീഡിയോ ചെയ്യണം, ഒരുമിച്ച് കാണണം എന്നുള്ളത്. അതിനൊക്കെ നമുക്ക് എപ്പോഴും അത് പറ്റില്ല. ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലോട്ടൊക്കെ അനുസരിച്ച് ചെയ്യുന്നതാണ്. മുമ്പോട്ടും ഉറപ്പായിട്ടും അല്ല, കമന്റ്സ് ഒരുപാട് വരാറുണ്ട്. റിയൽ ലൈഫിൽ ഇവർ ഒന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പണ്ടോട്ടേ ഒരു ലൈക്ക് ഉണ്ടല്ലോ, ഒരു ലൈക്ക് രണ്ടുപേരെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അത് സീസണിൽ ലൈക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് വേറെ ആൾക്കാർ വരാതിരിക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെടും. മനസ്സിൽ അങ്ങനെ പ്രണയമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ക്രൂവിനെ പരിമിതി. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ, ഇതിന്റെ പ്രൊഡ്യൂസർ ഇത് ആക്ച്വലി നമ്മുടെ പ്രദീപേട്ടനല്ലേ, കോട്ടയം പ്രദീപേട്ടൻ, പുള്ളിക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛനാക്കിയിട്ടൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത്, മീൻ പണ്ട് ഈ സ്റ്റോറി പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പ്രതിഭടനായിരുന്നു ഞങ്ങൾ ഇതിനകത്ത് അച്ഛനായിട്ട് വരാനിരുന്നത്. അതാണ് ഈ ഡിലേ ആയത്. നമ്മൾ ആദ്യം കുറച്ച് വേറെ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നതാണ് പപ്പയുടെ ഇത് വന്നത്. അതിനുശേഷം അത് ഡിലേ ആയി. പിന്നെ ഞങ്ങൾ വേറെ ഫിലിമിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തമിഴ് ഓൾറെഡി 2 വർഷം മുമ്പാണ് വിനീതനെ കൊണ്ട് ഈ പാട്ട് പാടിച്ച് എല്ലാം കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ അർജുൻ ശ്രീധു ബിഗ് ബോസിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ എന്നുള്ളത്. ഫസ്റ്റ് ശ്രീധുവിനെ അല്ല ഞങ്ങളിവിടെ കാസ്റ്റ് ചെയ്തത്, ക്ലൈമാക്സിൽ ശ്രീധു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. ഇപ്പം നമുക്കതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് കറക്റ്റ് അതാണ് ഇതെന്ന് തോന്നുന്നു. പിന്നെ ഇത് സിദ്ധാർത്ഥ് ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഉണ്ണീൻ്റെ കസിൻ ബ്രദറാണ്, ഉണ്ണി മൂന്നിൻ്റെ. അതുപോലെ തന്നെ ഇത് പായസ്, ഇതാണ് പ്രൊഡ്യൂസർ, ഇത് കൊറിയോഗ്രാഫർ, ഇത് നമ്മളെ മേക്കപ്പ് പ്രശാന്ത് കോസ്റ്റ്യൂം, അത് അച്ഛൻ. പിന്നെ സജയൻ ആർട്ട് ഡയറക്ടർ, പുള്ളി എന്തിരിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ. ജസ്റ്റ് അമ്മയുണ്ട്. അതുപോലെ തന്നെ വിജിൽ ആനന്ദ്, നമ്മളെ AD അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ. ദീപു നമ്മളെ എല്ലാ കാര്യത്തിലും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ VFX ചെയ്തതും
അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തതൊക്കെ ഞങ്ങളെ കൂടെ കട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്പുറം നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് അവർ കൂടെ നിന്ന് നൈറ്റും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത ആൾക്കാരാണ് അജിത് ഉണ്ണി. ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അജിത് മാത്യു എന്ന് പറഞ്ഞ മ്യൂസിക് അജിത് ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ശ്രീതു ഇല്ലെങ്കിൽ അർജുൻ ഇല്ല എന്ന് പറയുന്ന പോലെ അജിത് ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല. കാരണം അവനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ, അവനാണ് ഇതിന്റെ മ്യൂസിക്, അവനാണ് ഇതിന്റെ എല്ലാം. അത് അവൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്യില്ലായിരുന്നു. അതായത് പ്രൊഡക്ഷനിലാണെങ്കിൽ എടാ ഇത് വേണോ നിനക്ക് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ. അപ്പൊ അങ്ങനെ വന്നാണ് പിന്നെ അടുത്തത് പ്രൊഡക്ഷൻ. ഇവനും കഥ കേൾക്കണ്ട, നിങ്ങൾക്ക് എന്ത് വേണോ നമുക്ക് നോക്കാം എന്ന് നോക്കാൻ വരെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറെ ഫ്രണ്ട്സിന്റെ ഒരു ഞങ്ങൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. അജിത്താണ് ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അവൻ ദുബായിലാണ് മ്യൂസിക് ഡയറക്ടർ. മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മ്യൂസിക് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും. ഞങ്ങൾ അത്രയ്ക്കും ഞങ്ങൾക്ക് വർക്കായതാണ്. ഇനി നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയും. DOP സിനോജ് ചേട്ടനാണ്. ഇതിഹാസ, സ്റ്റൈല് അങ്ങനെയുള്ള എല്ലാ പടങ്ങളൊക്കെ ചെയ്ത ആളാണ് DOP ചെയ്തിരിക്കുന്നത്. ആമോഷും ഉണ്ട്. അവർ രണ്ടുപേരാണ് DOP ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റേഴ്സ് 3 പേരാണ്. 3 പേരും ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരാണ്, ഫ്രണ്ട്സ് തന്നെയാണ്. രതിൻ രാധാകൃഷ്ണൻ, ജോയൽ കവി, ജോയലാണ് ഫൈനൽ കട്ട് ചെയ്തത്. പിന്നെ നിഹാൽ ഹമീദ്. പിന്നെ ഉള്ളത് നമ്മുടെ VFX പറഞ്ഞു. അപ്പം ഇവരൊക്കെ തന്നെയാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഫുള്ള്. ഇത് ക്യാപ്ഷൻ നിങ്ങൾ ഇത് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഷോ തുടങ്ങാനായി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. അപ്പൊ എത്രയും പെട്ടെന്ന് ശ്രീതു അർജുൻ ഒരുമിച്ചൊരു സിനിമ നടക്കട്ടെ, നല്ലൊരു കപ്പ് ഇതായി മാറട്ടെ.